ഈ ട്രാക്ടർ മുതലാളി വാങ്ങിയ പുതിയ ലംബോർഗിനിക്ക് ക്ലച്ച് പ്രശ്നമുണ്ടായിരുന്നു. സംശയം തോന്നി അഴിച്ചു നോക്കിയപ്പോൾ തന്റെ ട്രാക്ടറിന് ഉപയോഗിക്കുന്ന അതേ ക്ലച്ചാണ് ലക്ഷറി വണ്ടിയായ ലംബോർഗിനിക്കും ഉള്ളത് എന്ന് മനസ്സിലായി. വഞ്ചിക്കപ്പെട്ടതായി തോന്നിയ ഫെറൂച്ചിയോ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഫെറാറി ഫാക്ടറിയിലെത്തി എൻസോ ഫെറാറിയെ കണ്ടു. അദ്ദേഹം എൻസോയുടെ പ്രശസ്തിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ക്ലച്ച് പ്രശ്നവും അതിനുള്ള പരിഹാരവും ചൂണ്ടിക്കാട്ടി ഒരു സുഹൃത്തിനെ പോലെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചു. എന്നാൽ ഫെറൂച്ചിയോ ഒരു ട്രാക്ടർ നിർമ്മാതാവാണെന്ന് അറിഞ്ഞതോടെ എൻസോയുടെ ഭാവം മാറി. അദ്ദേഹം ഫെറൂച്ചിയോയെ അപമാനിച്ച് സംസാരിക്കുകയും ട്രാക്ടർ പണിയാൻ തിരിച്ചുപോകാൻ പറയുകയും ചെയ്തു. ഫെറാറി ഉപഭോക്താക്കളെ ചതിക്കുകയാണെന്ന് ഫെറൂച്ചിയോ കുറ്റപ്പെടുത്തിയപ്പോൾ എൻസോ അദ്ദേഹത്തെ വിവരമില്ലാത്തവനെന്ന് വിളിച്ച് കാർ ഓടിച്ചുപോയി. ആ നിമിഷം ഫെറാറിയേക്കാൾ മികച്ച സ്പോർട്സ് കാർ നിർമ്മിക്കാൻ ഫെറൂച്ചിയോ തീരുമാനിച്ചു. പിന്നീട് ഒരു ആർട്ട് എക്സിബിഷനിൽ വെച്ച് ഒരു പോരുകാളയുടെ പെയിന്റിംഗ് കണ്ട അദ്ദേഹം തോറ്റുകൊടുക്കാത്ത ആ വീര്യം തന്റെ വികാരങ്ങളുമായി പൊരുത്തപ്പെടുന്നതായി തിരിച്ചറിഞ്ഞു. ഒട്ടും സമയം കളയാതെ ഫെറാറി, മാസിരാട്ടി, ആൽഫ റോമിയോ എന്നിവിടങ്ങളിൽ നിന്ന് വൻ തുക നൽകി മികച്ച ഡിസൈനർമാരെ കൂട്ടി അദ്ദേഹം ഒരു ടീമുണ്ടാക്കി. 3.5 ലിറ്റർ V12 എഞ്ചിനുള്ള സൂപ്പർ കാർ നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ആദ്യ ഡിസൈനുകൾ ഭാവിയുടേതാണെന്ന് പറഞ്ഞ് വിമർശിക്കപ്പെട്ടു. വലിയ V12 എഞ്ചിൻ എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ ഉയർത്തി. എങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഫെറൂച്ചിയോയ്ക്ക് ഒരു ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6 മാസത്തിനകം ജനീവ മോട്ടോർ ഷോയിൽ ഈ കാർ ശ്രദ്ധ പിടിച്ചുപറ്റണം. ഹെർക്കുലീസിനെ പോലെ കരുത്തുള്ളതും ഒയിലിയെ പോലെ ഭംഗിയുള്ളതുമായ ലോകത്തിലെ ഏറ്റവും മികച്ച കാർ നിർമ്മിക്കാൻ അദ്ദേഹം ടീമിനെ ഓർമ്മിപ്പിച്ചു. ഇതിനിടെ വെല്ലുവിളികൾ കൂടി വന്നു. സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ അനിത വരാനിരിക്കുന്ന എണ്ണ പ്രതിസന്ധിയും ഇന്ധനവില വർധനവും ഭയന്ന് ഈ പ്രോജക്ട് വലിയ റിസ്ക് ആണെന്ന് വാദിച്ചു. മറ്റൊരു വശത്ത് വലിയ V12 എഞ്ചിൻ പ്ലാൻ ചെയ്ത എഞ്ചിൻ ബേയിൽ ഒതുങ്ങാത്തതും കാർബ്യൂറേറ്ററുകളുടെ പ്രശ്നവും എഞ്ചിനീയർമാരെ ബുദ്ധിമുട്ടിച്ചു. സിലിണ്ടറുകൾ കുറയ്ക്കാനോ പ്രോജക്ട് ആദ്യം മുതൽ തുടങ്ങാനോ ചിലർ നിർദ്ദേശിച്ചെങ്കിലും ഫെറൂച്ചിയോ അത് തള്ളി. ഇതേ മോട്ടോർ ഷോയ്ക്കായി ഫെറാറിയും പുതിയ മോഡൽ ഒരുക്കുന്നതിനാൽ പിന്മാറ്റം അസാധ്യമായിരുന്നു. ഒരു മാസത്തെ കഠിനാധ്വാനത്തിന് ശേഷം കാർബ്യൂറേറ്ററുകൾ വശങ്ങളിലേക്ക് മാറ്റിയും ആക്സിൽ വീതി കൂട്ടിയും അവർ എഞ്ചിൻ കാറിനുള്ളിൽ ഫിറ്റ് ചെയ്തു. പൂർത്തിയായ ഡിസൈൻ കണ്ട് സന്തോഷിച്ച ഫെറൂച്ചിയോ ആ പോരുകാളയുടെ ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ഷീൽഡിനുള്ളിൽ നിൽക്കുന്ന കാളയുടെ രൂപം ലംബോർഗിനിയുടെ ഔദ്യോഗിക ലോഗോയായി തിരഞ്ഞെടുത്തു.